ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിജിത്ത്. വെൽക്കം ടു മൈ ചാനൽ. ബെൽ ബട്ടണും സബ്സ്ക്രിപ്ഷൻ ബട്ടണും എനേബിൾ ചെയ്ത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കുഴിമന്തിയാണ്. കുഴിയില്ലാതെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് കുഴിമന്തി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ജീരകം, മല്ലി ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് സവാള, പച്ചമുളക്, ക്യാപ്സിക്കം ഇതിട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. നമ്മളതിലേക്ക് ഒരു 2 പീസ് ചിക്കൻ ഇടണം. നമുക്ക് റൈസിന് ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതിൽ റൈസ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഇടുന്നത്. അപ്പം ഒരു 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നല്ലോണം അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിരിക്കണം. അത് ഇട്ടൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. അപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. നമ്മളിവിടെ 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 4 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നേരെ നമ്മൾ എടുക്കുന്ന അരിയുടെ നേരെ ഡബിൾ വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ലെമൺ. അപ്പോൾ നമ്മളിതും ഒരെണ്ണം നമ്മൾ ഈ റൈസിനകത്ത് ഇടണം. ഇതൊന്നും തിളയ്ക്കാൻ വേണ്ടി നമുക്ക് സമയം കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പോയി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേഷന് വേണ്ടി നമ്മൾ മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, കുരുമുളക് പൊടി, നല്ല സ്പൈസി ചിക്കൻ മസാലയാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ മസാല നമ്മൾ ചിക്കനെ നല്ലോണം തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. ഇത് വിത്ത് സ്കിൻ ചിക്കനാണ്. അപ്പോൾ വിത്ത് സ്കിന്നാണ് നമ്മൾ ഈ കുഴിമന്തിക്കും അതുപോലെ നമ്മൾക്ക് അൽഫാമും ഗ്രില്ലും എല്ലാം ചെയ്യാം. വിത്ത് സ്കിന്നാണ് എപ്പോഴും നല്ലത്. നല്ലോണം നമ്മൾ ആ മസാല ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചു. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് കറക്റ്റ് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതിലേക്ക് അരി ഇടാം. ബസ്മതി റൈസാണ്. നമ്മളിവിടെ 4 ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിനകത്താണ് നമ്മൾ കുഴിമന്തി ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഉപ്പിടും. അതുകൊണ്ട് നമ്മൾ പാത്രത്തിനകത്ത് ഉപ്പിട്ടു. ഇതിനകത്ത് നമ്മൾ റൈസ് വേവിച്ച പാത്രം ഇറക്കി വയ്ക്കുക. നമ്മൾ തന്നെ ഇങ്ങനെ ഇറക്കി വയ്ക്കുന്നു. നമ്മളിതിൻ്റെ മുകളിലോട്ട് ചിക്കൻ നമ്മൾ ഗ്രില്ലി വയ്ക്കുന്നു. ഇനി നമ്മൾ ഒരു അടപ്പ് വെച്ച് നമ്മൾ സീൽ ചെയ്ത് അടയ്ക്കുന്നു. നമ്മൾ മൈദ വെച്ചിട്ടാണ് സീൽ ചെയ്യുന്നത്. കംപ്ലീറ്റ് നമ്മൾ ദമ്മ് പോലെ സീൽ ചെയ്യുക.
എയർ വരാത്ത രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് അത്ര ചൂട് ഒരു തുള്ളി പോലും നമ്മൾ പുറത്ത് പോകാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇതിനകത്തെ ചൂടിൽ നമ്മുടെ ചിക്കൻ കുക്കായി കിട്ടും. അപ്പോൾ അതേ നമ്മുടെ കുഴിമന്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 45 മിനിറ്റ് നമ്മൾ തീക്കകത്ത് വെക്കണം, എന്നാലേ ഇത് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇത് എന്തായി എന്ന്. ഒന്നും നോക്കണ്ട അച്ഛാ, പൊട്ടിച്ചോ. നല്ല ആവി അടിക്കുന്നുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മണം. ഡൺ, പെർഫെക്റ്റ്, ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ കുഴിമന്തി പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ചിക്കൻ വെന്തോന്ന്. ചിക്കൻ നല്ലോണം കുക്കായിട്ടുണ്ട്, പെർഫെക്റ്റ്. അപ്പോൾ അതേ ഇങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് കുഴിമന്തി വീട്ടിലടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് റൈസ് ഒന്ന് ആക്ച്വലി മിക്സ് ചെയ്യണം, എന്നാലേ നമ്മുടെ താഴെ കിടക്കുന്ന നമ്മുടെ ഫ്ലേവേഴ്സ് എല്ലാം മുകളിൽ വരത്തുള്ളൂ. ഉഗ്രം മണം, രക്ഷയില്ലാത്ത മണമാണ്. പെർഫെക്റ്റ്. അപ്പോൾ അതെ അജ്മലും അച്ഛനും ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അടിപൊളി അച്ഛാ, ടേസ്റ്റ് ചെയ്യട്ടെ. ചിക്കൻ കണ്ടാ, ചിക്കൻ കംപ്ലീറ്റ് കുക്ക് ചെയ്തില്ല, ഒന്ന് നോക്കിക്കണം. കണ്ടാൽ തന്നെ അറിയാം. ചിക്കൻ റൈസ് നല്ല രീതിയിൽ വെന്തു, നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ ചിക്കൻ്റെ കൊഴുപ്പ് ഇറങ്ങിയിട്ട് നല്ല ഒരു ഒരു പിന്നെ ഇതുമാണ്. എങ്ങനെയാണ് രാജ്യമല്ലേ? കൊള്ളാം, കിട്ടുന്ന സാർ. അപ്പോൾ അതെ അടിപൊളി ഒരു കുഴിമന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളും വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കുഴിമന്തി വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു രസകരമായ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.